ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വൈഗ കൊലക്കേസിൽ പിതാവ് സനു മോഹൻ കുറ്റക്കാരനാണെന്ന് കൊച്ചിയിലെ പ്രത്യേക കോടതി. പ്രതിക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വിധിച്ചു. ശിക്ഷാവിധി 2:30 പ്രഖ്യാപിക്കും. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. 2021 മാർച്ചിലാണ് വൈഗയെ കൊന്ന പിതാവ് കൊച്ചിയിലെ മുട്ടാർ പുഴയിൽ എറിഞ്ഞത്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കേസിൽ ശിക്ഷയിന്മേലുള്ള വാദവും കഴിഞ്ഞിട്ടുണ്ട്. 2:30 കോടതി ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. കുറ്റപത്രത്തിൽ ചുമത്തിയ മുഴുവൻ വകുപ്പുകളും തെളിഞ്ഞു എന്ന് കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്, പരമാവധി ശിക്ഷ നൽകണം എന്ന പ്രോസിക്യൂഷന്റെ വാദം അത് കുറെ കൂടി ബലപ്പെടുകയല്ലേ? വിജയകുമാർ, എറണാകുളത്തെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി ജഡ്ജ് കെ സോമനാണ് ഈ വിഷയത്തിൽ ഇന്ന് വിധി പറയുകയുണ്ടായത്. സനു മോഹൻ കുറ്റക്കാരനെന്ന് അദ്ദേഹം കണ്ടെത്തി. പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കും എന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് വിധി പറയുകയും ചെയ്തു. തുടർന്ന് ഈ പ്രതിക്ക് എന്ത് ശിക്ഷ വിധിക്കണം എന്നുള്ള കാര്യത്തിൽ ഉത്തരവിടാനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതി പിരിയുകയും ചെയ്തു. എന്തായാലും 2:30 ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് എത്തും. ഈ പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന കൊലപാതകം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കൊലപാതകം, കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകൽ, തെളിവ് നശിപ്പിക്കൽ, ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വിവിധ വകുപ്പുകൾ എല്ലാം തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷനായി എന്ന് ഇന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷന്റെ ആവശ്യം പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പക്ഷേ മകളെ അല്ലെങ്കിൽ മകനെ പിതാവ് കൊലപ്പെടുത്തുന്നത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. മാത്രമല്ല, വലിയ കടബാധ്യത സനു മോഹൻ ഉണ്ടായിരുന്നു. അതിനുശേഷം, ഈ കൃത്യത്തിന് ശേഷം അയാൾ പൂനെയിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യമടക്കം ഇന്ന് കോടതി മുൻപാകെ പ്രതിഭാഗം പറയുകയും ചെയ്തു. വധശിക്ഷയ്ക്കായി പ്രോസിക്യൂഷനും അതിൽ ഇളവ് അനുവദിക്കണമെന്ന് പ്രതിഭാഗവും കോടതി മുൻപാകെ ആവശ്യപ്പെടുന്നു. കോടതി 2:30 ശിക്ഷ പ്രഖ്യാപിക്കും. യെസ്, 2:30 വിചാരണ കോടതി ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ, ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ തന്നെ നൽകണമെന്ന് ഇതിനോടകം പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷൻ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിഞ്ഞു എന്ന് വിചാരണ കോടതി വിധിച്ച സാഹചര്യത്തിൽ പരമാവധി ശിക്ഷയിലേക്ക് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. 2:30 കോടതി തീരുമാനം പ്രഖ്യാപിക്കുക. മറ്റു പ്രധാന വാർത്തകളിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പം. പങ്കെടുത്താലും ഇല്ലെങ്കിലും വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ക്ഷണം ലഭിച്ചവരാണെന്നും പാർട്ടി തീരുമാനമെടുത്തിട്ടില്ലെന്നും ഡോക്ടർ ശശി തരൂർ MP 24 പറഞ്ഞു. ക്ഷണിച്ചവർക്കല്ലേ പോകാൻ സാധിക്കുള്ളത്. ബൈ ഇൻവിറ്റേഷൻ ഓൺലി ആയ ഒരു ചടങ്ങാണ്. ഞങ്ങളുടെ 3-4 നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂ. ആ 3-4 നേതാക്കൾ അവർ സ്വയം തീരുമാനമെടുക്കും. ഞങ്ങൾക്ക് ഈ അവസരത്തിനെ രാഷ്ട്രീയം ചെയ്യണത് തീരെ താല്പര്യമില്ല. പക്ഷെ ഒരേ സമയത്ത് ആൾക്കാർക്ക് ജനങ്ങളുടെ ഒരു ഭക്തി ഉണ്ട്. അതിനെ അംഗീകരിക്കാനോ അതിനെ ഒരു ബഹുമാനിക്കാൻ വേണ്ടി പോകാൻ തോന്നിയാൽ ആരും അതിന് തെറ്റായി കാണുന്നില്ല. പാർട്ടിക്ക് ഒരു തീരുമാനമില്ലേ? ഈ പാർട്ടി എടുത്ത തീരുമാനം ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്ന് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഈ വിഷയത്തിലെ ചോദ്യങ്ങളിൽ നിന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒഴിഞ്ഞുമാറി. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞതല്ലോ ഒരു ഉത്തരം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. ഇതിപ്പോ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ഇതാണ് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. ക്ഷേത്ര വിഷയത്തിലെ സമസ്ത ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നാണ് ഈ വിഷയത്തില്. ഈ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം കണ്ടിട്ടുണ്ടായിരുന്നു VD? അതേസമയം ചടങ്ങിനില്ലെന്ന് പ്രഖ്യാപിച്ച CPM-നെ പ്രശംസിച്ചും നിലപാടെടുക്കാത്ത കോൺഗ്രസിനെ വിമർശിച്ചും സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജനും ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാറും ചേരും. B ദിലീപ് കുമാർ, ഇതിൽ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്ത് തീരുമാനം എടുക്കണം? അതിപ്പോൾ നേരത്തെ ശശി തരൂരിനോട്
മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം, ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ പോകുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാവാം, തൽക്കാലം ഈ ഘട്ടത്തിൽ അവിടേക്ക് പോയി കേരളത്തിലെ വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിനില്ല എന്ന് പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ലീഗൊക്കെ എടുക്കാൻ പോകുന്ന തീരുമാനം നിർണായകമായിരിക്കും. പള്ളി പൊളിച്ച മണ്ണിൽ കാൽ ചവിട്ടി നിൽക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന സമസ്തയുടെ ചോദ്യം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചല്ലേ? വിജയകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ വല്ലാത്ത ഒരു ഊരാക്കുടുക്കിൽ ആണ് ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് നിസ്സംശയം പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് നേതാക്കൾക്കാർക്കും, ദേശീയ നേതാക്കൾക്കോ സംസ്ഥാന നേതാക്കൾക്കോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് അവർ നിരന്തരം ഒഴിഞ്ഞു മാറുകയാണ്. 22-ാം തീയതി നിങ്ങൾ നോക്കിക്കൊള്ളൂ, അന്നാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം, അതിൻ്റെ പ്രാൺ പ്രതിഷ്ഠ എന്ന് പറയുന്ന ആ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അതിൽ 22-ാം തീയതി നിങ്ങൾ നോക്കിക്കൊള്ളൂ, അന്ന് കോൺഗ്രസിൻ്റെ നിലപാട് അറിയാം എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഈ ചടങ്ങിന് പോകണം എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ മറുവിഭാഗമാകട്ടെ ഇത് BJP അവരുടെ കരുത്തു കാട്ടാനുള്ള ഒരു ഷോയാണ്, അതുകൊണ്ട് അതിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകരുത് എന്ന നിലപാട് മറുവിഭാഗം നേതാക്കളും സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിലെ നേതാക്കളാകട്ടെ, കേരളത്തിൽ മുസ്ലിം ലീഗുമായിട്ട് വലിയ ബന്ധമാണ്, അല്ലെങ്കിൽ UDFിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതുമാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നുണ്ട്, ന്യൂനപക്ഷങ്ങളെ അകറ്റുന്ന നിലപാട് സ്വീകരിക്കരുത്. അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ആകട്ടെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴും അവർ നിലകൊള്ളുന്നത്. വിജയകുമാർ, ദിലീപ്, ഇന്നലെ ഇതേ ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അത് പാർട്ടിയുടെ ഡൽഹിയിലെ നേതാക്കൾ തീരുമാനിക്കും, ഏതായാലും ഞങ്ങൾ പോകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. അത്തരമൊരു മറുപടി പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായിട്ടും സമസ്ത എടുത്തിരിക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അതിലൊരു തീരുമാനം എടുക്കണം, ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് ശരിയല്ല എന്നതാണ്. അക്കാര്യത്തിൽ സീതാറാം യെച്ചൂരിയെ സോണിയാഗാന്ധി കണ്ടുപഠിക്കണമെന്ന് പറയുന്നു. കമൽനാഥിനെ പോലെ ഒക്കെയുള്ള ഉത്തരേന്ത്യൻ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതിനോടകം ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ്. ഒരു ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി പോലും അതിനെ അനുകൂലിച്ച് ഒരു കുറിപ്പിട്ടത് വലിയ ചർച്ചയായതാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുമധ്യത്തിൽ ഇത്തരമൊരു വലിയ സംഭവം നടക്കുമ്പോൾ കോൺഗ്രസിന് തീരുമാനമെടുക്കാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണെങ്കിലും കോൺഗ്രസിൽ അത് വലിയ ചർച്ച നടത്തും, അകത്തും പുറത്തും എന്നത് ഉറപ്പാണല്ലേ? വിജയകുമാർ, അക്കാര്യത്തിൽ ഏതായാലും കോൺഗ്രസിൽ ഒരു വലിയ തർക്കം തന്നെ ഇപ്പോഴും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തീരുമാനം ഇവർ പങ്കെടുക്കണമെങ്കിലും അല്ലെങ്കിൽ അതല്ല വിട്ടുനിൽക്കണമെങ്കിലും അതിൽ പാർട്ടിയിൽ ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. അത്തരമൊരു ചർച്ചകൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. BJPയെ സംബന്ധിച്ച് അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമായി അവർ ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ ചൂണ്ടിക്കാട്ടും. ആ ഒരു അവകാശവാദവുമായിട്ടായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP വീണ്ടും സമീപിക്കുക എന്നതും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ അവർ നടപ്പാക്കുമ്പോൾ ആ ഒരു വേദിയിൽ അവിടെ എന്തിന് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകണം എന്ന ചോദ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ ഈ കോൺഗ്രസിൽ തന്നെ ഉയർത്തുന്നത്. പക്ഷേ അവർക്കാർക്കും തന്നെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാനോ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ കൂട്ടായ ഒരു തീരുമാനം പ്രഖ്യാപിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ സമസ്ത ലീഗിനോട് അടുത്തു നിൽക്കുന്ന സമസ്ത തന്നെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം അതിൻ്റെ മുഖപ്രസംഗത്തിൽ തന്നെ കടുത്ത ഭാഷയിൽ കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്യുന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇക്കാര്യത്തിൽ കാണിച്ച ആർജവവും സ്ഥൈര്യവും സോണിയാഗാന്ധിയിൽ നിന്നുണ്ടാകണം എന്ന പ്രതീക്ഷയാണുള്ളത് എന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാലുകുത്തരുത് എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതം ഇന്ന് ഈ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കേരള നേതൃത്വം വലിയ സമ്മർദ്ദത്തിലാണ്. ദേശീയ നേതൃത്വത്തിലാകട്ടെ ഇതിനെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലുള്ള വലിയ തർക്കം കോൺഗ്രസിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. വിജയകുമാർ, നിതിൻ അംബുജൻ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, KC വേണുഗോപാലിനോട് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. അതിൽ കാത്തിരിക്കൂ, തീരുമാനം അറിയിക്കാം എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ അദ്ദേഹവും തയ്യാറായില്ല. കാര്യങ്ങൾ സങ്കീർണമാണ് കേരളത്തിൽ എന്ന് KC വേണുഗോപാലിന് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയുകയും ചെയ്യാം. എന്തായിരിക്കും കോൺഗ്രസിൻ്റെ അകത്ത് നടക്കുന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം? എന്ത് തീരുമാനമെടുക്കാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത?
വിജയകുമാർ, ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിൽ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസിന് ഇതുവരെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം അടക്കം ദിഗ്വിജയ് സിംഗ് വ്യക്തമാക്കിയത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഒരാൾ പങ്കെടുക്കും എന്ന് തന്നെയായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ വാക്കിൽ നിന്ന് വ്യക്തമായൊരു കാര്യമുള്ളത്. രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കന്മാർക്കടക്കം ഈ പ്രതിഷ്ഠാ ദിനത്തിനുള്ള ഈ ഒരു പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയിരുന്നു. പക്ഷേ അതിലെല്ലാം തന്നെ സീതാറാം യെച്ചൂരിയും മറ്റ് പാർട്ടികളടക്കം നിലപാടെടുത്തുകൊണ്ട് രംഗത്തുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തൃണമൂൽ കോൺഗ്രസും ഈ ഒരു ക്ഷണം നിരസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മമതാ ബാനർജി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ആണ് ഇതിൽ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത്. കാരണം ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലടക്കം കമൽനാഥ്, അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളടക്കം നിർമ്മാണത്തിനായി പിന്തുണയും അതോടൊപ്പം തന്നെ നിർമ്മാണത്തിനുള്ള സംഭാവനകളും നൽകിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിലിപ്പോൾ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന് വിട്ടുനിന്നാൽ അത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയ തരത്തിലുള്ളൊരു തിരിച്ചടി ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളടക്കം അറിയിക്കുന്ന ഒരു കാര്യമുള്ളത്. പക്ഷേ കേരളത്തിലടക്കം ഇത്തരത്തിലൊരു തിരിച്ചടിയാകുമെന്നൊരു കാര്യം ഹൈക്കമാൻഡിന്റെ വലിയ തലവേദനയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യസമയത്ത് ഉത്തരം കിട്ടുമെന്നാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഏത് തരത്തിലാകും ഈ ഒരു വിഷയത്തെ കോൺഗ്രസ് സമീപിക്കൂ എന്നത് ഇനിയുള്ള ദിവസങ്ങളടക്കം ചർച്ചയാകും. എന്തായാലും CPM-ഉം അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസും എല്ലാം തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്തുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അയോധ്യ രാമക്ഷേത്രം അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അത് കൃത്യമായി തന്നെ അത് നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ പോലും അത് വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. അത്തരമൊരു ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ചർച്ചകൾ നടക്കും. പക്ഷേ കൃത്യസമയത്ത് ഉത്തരം ലഭിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുമ്പോൾ അത് പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു പരിപാടിയിൽ എന്ത് നിലപാടെടുക്കണം എന്നതിൽ തീരുമാനം വൈകും എന്ന സൂചനയാണ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. കേരള നേതാക്കൾ അക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയുമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനുമാണ് വിവരങ്ങൾ നൽകിയത്. ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ജനുവരി 14 മണിപ്പൂരിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. 14 സംസ്ഥാനങ്ങളിലൂടെ 6200 കിലോമീറ്റർ സഞ്ചരിക്കും. മണിപ്പൂരിലെ മുറിവുണക്കാൻ കൂടിയാണ് യാത്രയെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. All India Congress Committee has decided to hold a Bharat Nyaya Yatra from January 14 to March 20th from Manipur to Mumbai. This yatra will cover a distance of 6,200 kilometers. This yatra is covering 14 states and 85 districts. മണിപ്പൂരിന്റെ മുറിവുകൾ ഇന്ത്യയിലെ ഓരോ പൗരനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റ മുറിവുകളല്ലേ. ജനങ്ങളിൽ സ്നേഹം പടർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ മണിപ്പൂരിലെ യാത്രയില്ലാതെ നടത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? അപ്പോൾ മണിപ്പൂരിൽ തന്നെ തുടങ്ങണമെന്നുള്ളത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരം ഒരു യാത്ര നടത്തുന്നത് സംഘടനാ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കില്ല എന്നൊരു വിമർശനം കഴിഞ്ഞ പ്രവർത്തക സമിതി യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കൂടുതൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണെന്നൊക്കെയായിരുന്നു അന്ന് ആ വിഭാഗം ഉന്നയിച്ച ഒരു ആക്ഷേപം. അതൊക്കെ അവഗണിച്ച് യാത്രയുമായി മുന്നോട്ട് പോകാൻ രാഹുൽ ഗാന്ധിയും ഒക്കെ തീരുമാനിക്കുന്നു. എന്താണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വം വിശദീകരിച്ചത്? വിജയകുമാർ, പ്രവർത്തക സമിതിയിൽ ഭൂരിഭാഗം നേതാക്കളും ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി വീണ്ടും ഭാരത് ജോഡോ യാത്ര നടത്തണമെന്നാണ്. പ്രവർത്തകരുടെ വികാരം കൂടി കണക്കിലെടുത്ത് യാത്ര നടത്തണം. പക്ഷേ ഒരു വിഭാഗം നേതാക്കളടക്കം വ്യക്തമാക്കിയത് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സംഘടനാ സംവിധാനം കൃത്യമായി ചലിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്ന് കെ സി വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത് ഭാരത് ന്യായ യാത്ര നടക്കുമ്പോൾ തന്നെ ഡൽഹിയിൽ സംഘടനാ സംവിധാനം ചലിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള കാര്യങ്ങളും ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുമെന്നാണ്. എന്തായാലും ജനുവരി 14 യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുക. മധ്യപ്രദേശ്, അസം, ബംഗാൾ ഉൾപ്പെടെയുള്ള 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകളിലൂടെ കടന്നുപോയി മാർച്ച് 20 യാത്ര മുംബൈയിൽ അവസാനിക്കും. കഴിഞ്ഞ തവണ അതായത് കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെയുള്ള യാത്രയിൽ കടന്നുപോകാത്ത സംസ്ഥാനങ്ങൾ അതോടൊപ്പം തന്നെ കടന്നുപോയ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഭാരത് ജോഡോ യാത്ര പോകാത്ത ഇടങ്ങളിലടക്കം ഭാരത് ന്യായ് യാത്ര കടന്നു ചെല്ലും. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചുള്ള ഒരു യാത്ര എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ ഇത് വലിയ തരത്തിലൊരു അനുകൂല തരംഗം ഉണ്ടാക്കും എന്ന് തന്നെയാണ്
കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ അടക്കം വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ സഖ്യം കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഇന്ത്യ സഖ്യം കൂടുതൽ രൂപപ്പെട്ടു എന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ പങ്കാളിത്തം ഈ യാത്രയിൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും സഖ്യത്തിലെ മുന്നണികളെ അടക്കം പങ്കെടുപ്പിക്കുന്നതിന്റെ ആലോചനകൾ നടന്നു വരുന്നുണ്ടെന്ന് കെ സി വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. യാത്രയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആസൂത്രണ പരിപാടികളടക്കം എപ്രകാരമാകും മുന്നോട്ട് പോകുക എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഭാരത് ജോഡോ യാത്ര വ്യത്യസ്തമായി നടന്നു മാത്രമല്ല ബസ്സിലും ഈ യാത്ര കടന്നു പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 6200 കിലോമീറ്റർ പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരു ഒരുക്കം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഭാരത് ന്യായ യാത്ര മുന്നോട്ട് വയ്ക്കുന്നത്. യെസ്, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഭാരത് ന്യായയാത്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. 14 സംസ്ഥാനങ്ങളിലൂടെ 6200 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. മണിപ്പൂരിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായി നടക്കുന്ന യാത്ര സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ലക്ഷ്യമിട്ടായിരിക്കും എന്നതാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിതിനാണ് വിവരങ്ങൾ നൽകിയത്. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമലയിൽ മണ്ഡല പൂജ നടന്നു. തങ്കയങ്കി ചാർത്തി അയ്യപ്പ ദർശനത്തിന് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉച്ച മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. രാത്രി 11-ന് നടയടക്കും. ഈ മാസം 30-ന് മകരവിളക്ക് ഉത്സവത്തിനായി വീണ്ടും നട തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക് മഹോത്സവം. രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, മണ്ഡലപൂജയിൽ വലിയ ഭക്തജനസഞ്ചയം തന്നെ അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സന്നിധാനത്ത്. ഇന്ന് 41 ദിവസത്തെ തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് നടയടയ്ക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? വിജയകുമാർ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ രാവിലെ 10:30-നും 11:30-നും ഇടയിലായിരുന്നു തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ നടന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മണ്ഡല പൂജയുടെ ഭാഗമായത്. ക്ഷേത്രം തന്ത്രി കണ്ഠരരും മഹേഷ് മോഹനരും ക്ഷേത്രം മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും നേതൃത്വത്തിലായിരുന്നു മണ്ഡല പൂജ ചടങ്ങുകൾ നടന്നത്. അത് വലിയ തിരക്ക് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ തീർത്ഥാടക തിരക്ക് അതുപോലെ തന്നെ തുടരുകയാണ്. വലിയ തിരക്ക്, അതായത് പമ്പയിൽ ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലും വലിയ തിരക്കുണ്ടായി. രാവിലെ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ തിരക്ക് നീണ്ടിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യമായ ആളുകളെ കടത്തിവിടാത്തതോടെ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. തുടർന്ന് 3 മണിക്കായിരിക്കും വീണ്ടും നട തുറക്കുക. 3 മണി മുതൽ രാത്രി 11 മണി വരെ വീണ്ടും അയ്യപ്പ ദർശനത്തിനുള്ള അവസരം ഉണ്ടാകും. ഇന്ന് രാത്രി 11 മണിയോടെ മണ്ഡല പൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. ഇനി മകരവിളക്കിനായി ഈ മാസം 30-നാണ് വീണ്ടും നട തുറക്കുക. ഈ ജനുവരി 15-നാണ് മകരവിളക്ക് നടക്കുക. എന്താണെങ്കിലും പ്രതിസന്ധികൾക്കിടയിലും മികച്ച രീതിയിൽ മണ്ഡല പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് അല്പം മുമ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, അതിനെല്ലാം തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ആരോപണം പോലീസിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും ഒക്കെ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 1 ലക്ഷത്തിലധികം ആളുകൾ എത്തിയിട്ടും ആ തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും ഒക്കെ ആയി. അതിൻ്റെ കൂടി ആത്മവിശ്വാസത്തിൽ കൂടിയാണ് മണ്ഡല പൂജ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് നടയടയ്ക്കുന്നത്. വിജയകുമാർ. യെസ്, മണ്ഡല പൂജ തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കുകയാണ്. രാത്രി 11 മണിക്ക് നട അടയ്ക്കും. ഈ മാസം 30-ന് മകരവിളക്ക് മഹോത്സവത്തിനായി വീണ്ടും നട തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. ഇനി അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് സന്നിധാനവും ഇടത്താവളങ്ങളും ഒക്കെ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം.